ചാരുമൂട് വള്ളിക്കുന്നത്ത് ഇലക്ട്രോണിക് മാലിന്യം നീക്കം ചെയ്യാത്തതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മാലിന്യം നിക്ഷേപിച്ചത്. പ്രതികളിൽ ഒരാൾ പിടിയിലായെങ്കിലും മാലിന്യം ഇനിയും നീക്കം ചെയ്തിട്ടില്ല. മാസങ്ങൾക്ക് മുൻപാണ് വള്ളിക്കുന്നം പഞ്ചായത്തിലെ 7ാം വാർഡിലെ അനിൽകുമാറിന്റെ 1.5 ഏക്കർ സ്ഥലത്ത് ടൺ കണക്കിന് ഇലക്ട്രോണിക് മാലിന്യം തള്ളിയത്. മണ്ണെടുത്ത് കുഴിയായി കിടന്ന സ്ഥലത്ത് മാലിന്യം തള്ളിയത് അനിൽകുമാർ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയപ്പോഴാണ് കണ്ടത്. തുടർന്ന് പരാതി കൊടുക്കുകയും മാലിന്യം തള്ളിയ ഒരാളെ കണ്ടെത്തുകയും ചെയ്തു. മാലിന്യം മുഴുവൻ മാറ്റാമെന്ന വ്യവസ്ഥയിൽ ഇയാൾ ജാമ്യത്തിലിറങ്ങി. എന്നാൽ ഇതുവരെ പൂർണ്ണമായും മാലിന്യം മാറ്റിയിട്ടില്ല. ഇതോടെ നാട്ടുകാർ ദുരിതത്തിലായി. ഇവിടെ ലോഡുകൾ കൊണ്ടിറക്കുന്നതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഇത് കാണുന്നില്ല. എന്തുവാണെന്ന് ഈ കുഴി നികത്താനാണെന്ന് ചൊല്ലി ഞാൻ ഇരുന്നതാ. വേസ്റ്റ് ഒക്കെ ഇവിടെ വെള്ളത്തിൽ പൊഴി നടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ മെമ്പറുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ മെമ്പറും ഒക്കെ ഇടപെട്ട് അത് വന്ന് അങ്ങനെയാണ് ഇത് വേസ്റ്റ് ആണെന്ന് അറിയുന്നതും ഇത് വിഷാംശം ഉള്ളതാണെന്ന് അറിയുന്നതും. എൻ്റെ വീടിന്റെ അടുത്തോട്ടൊക്കെ ഇതിന്റെ ഈ വെള്ളം വന്ന് കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് ഇത് കുടിവെള്ളം തന്നെ വലിയ പ്രയാസപ്പെട്ടാണ്. ഇപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കിണറിലൊക്കെ തന്നെ ചില പാടുകൾ തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അടിയന്തരമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു നാട്ടുകാരൻ നിലയ്ക്ക് പറയുവാനുള്ളത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി 2 ലോഡ് മാലിന്യങ്ങൾ മാറ്റിയെങ്കിലും പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും പോലീസ് കൃത്യമായി ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മാലിന്യം മൂലം കുടിവെള്ളമടക്കം പ്രതിസന്ധിയിലാണ്. പാരിസ്ഥിതിക പ്രശ്നമുളവാക്കുന്ന മാലിന്യങ്ങൾ ഉടനടി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.